സഖാവ് വി.എസ്. അച്യുതാനന്ദൻ ഒരു നൂറ്റാണ്ട് കാലത്തെ ജീവിത പോരാട്ടത്തിനൊടുവിൽ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ്. അദ്ദേഹത്തിന് ഹൃദയരക്തത്തിൽ ചാലിച്ച ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, മാധ്യമത്തിൻ്റെ ലേഖകൻ, അദ്ദേഹം ഇപ്പോൾ ഗൾഫ് മാധ്യമത്തിലോ മറ്റോ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MCA നാസർ എന്ന് പറയുന്ന അദ്ദേഹം നേരിട്ട് ഒരുപാട് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പല പ്രോഗ്രാമുകളിലും പങ്കെടുക്കുകയും ഞാനടക്കമുള്ള ആളുകൾ സംഘാടകരായിട്ടുള്ള പല പരിപാടികളിലും അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുകയും ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു FB പോസ്റ്റ് കാണുകയും പ്രമോദ് രാമൻ അടക്കമുള്ള പ്രമുഖ മാധ്യമ പ്രവർത്തകർ അത് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് ഇന്ന് ആ വിഷയം അടിസ്ഥാനമാക്കി ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഈ കഴിഞ്ഞ ദിവസം പോലും അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിൽ അദ്ദേഹം സീരിയസ് ആയി കിടക്കുന്ന വാർത്തകൾ വന്ന സമയത്ത് പോലും പല ആളുകൾ V.S. അച്യുതാനന്ദൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇസ്ലാമിക വിരുദ്ധനാണ് അദ്ദേഹം എന്നുള്ള രീതിയിൽ പല രീതിയിലും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള വാർത്തകളൊക്കെ പറയുകയുണ്ടായി. പല കമൻറ്റുകളും അത്തരത്തിലൊക്കെ ഈ അടുത്ത ദിവസം വരെ നമ്മൾ അഭിമുഖീകരിച്ചതാണ്. പക്ഷെ ഇന്ന് MCA നാസർ നടത്തിയ ഒരു വെളിപ്പെടുത്തൽ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് NDF-മായി ബന്ധപ്പെട്ട്, NDF എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നാഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രണ്ട് എന്നൊക്കെയാണ് പേര്, എങ്കിലും നാദാപുരം ഡിഫൻസ് ഫോഴ്സ് ആണ് എന്നും പറയപ്പെടുന്നു. അങ്ങനെ ഒരു സംഘടന നടത്തുന്ന ഒരു പരേഡുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ സ്വാതന്ത്ര്യദിന സമയത്ത് ഒരു ഫ്രീഡം പരേഡ് എന്ന് പറയുന്നൊരു പരേഡ് സ്ഥിരമായിട്ട് നടത്തിയിരുന്നു. ആ പരേഡുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളും പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവരുടെ ചില വാദഗതികളുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നൊരു സമയത്താണ് MCA നാസർ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം V.S. അച്യുതാനന്ദനോട് ചോദിക്കുന്നതും ഈ NDF-ഉമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് എന്ന് കൃത്യമായിട്ട് അദ്ദേഹം വെളിപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേ വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഇതേ പ്രസംഗം കോട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ V.S. അച്യുതാനന്ദൻ പറഞ്ഞു എന്ന ഒരു കാര്യം കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു സ്പീച്ച് നടത്തിയിരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ദൗർഭാഗ്യവശാൽ കുറച്ച് റിപ്പോർട്ട് അടിയും കാര്യങ്ങളൊക്കെ അക്കൗണ്ടിൽ വന്നതുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അത് ഫോർവേഡ് ചെയ്യാനോ വലിയ റീച്ചോ അതിന് വരുന്നില്ല എന്നുള്ളത് ഒരു സാങ്കേതികമായിട്ടുള്ളൊരു പ്രശ്നമാണ്. എങ്കിലും അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് അതേ വിഷയം സംസാരിച്ചുകൊണ്ടാണ് MCA നാസർ ചോദിച്ച ചോദ്യത്തിനാണ് V.S. അച്യുതാനന്ദൻ എന്ന് മറുപടി പറഞ്ഞത്. അത് മുസ്ലിം സമുദായത്തെക്കുറിച്ചായിരുന്നില്ല, NDF-നെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ആ ഒരു മറുപടി വന്ന സമയത്ത് തന്നെ ഞങ്ങൾ ശങ്കിച്ചു. കാരണം ഇത് ഏതെങ്കിലും തരത്തിൽ മുസ്ലിം വിരുദ്ധ പരാമർശമായി മാറ്റി വളച്ചൊടിക്കാവുന്ന രീതിയിൽ കട്ട് ചെയ്ത് ആരെങ്കിലും പ്രചരിപ്പിക്കുമോ എന്ന് ഭയപ്പെട്ടു. അതുതന്നെയാണ് സംഭവിച്ചത്. വലത് തീവ്രപക്ഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗം കട്ട് ചെയ്തെടുത്തുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്, മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് എന്നൊരു ആരോപണം സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന്, തീവ്ര വലതുപക്ഷ മേഖലയിൽ നിന്ന് വന്നു. അത് രാഷ്ട്രീയപരമായി ഗുണകരമാണെന്ന് കണ്ട് ഇപ്പുറത്തുള്ള രാഷ്ട്രീയ പാർട്ടികളും അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതായത് കേരളത്തിലെ UDF അടക്കമുള്ള ജനാധിപത്യ ചേരി എന്ന് വിശ്വസിക്കപ്പെടുന്ന ആളുകളും അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചു, കഴിഞ്ഞ 15 വർഷത്തോളമായിട്ട് V.S. അച്യുതാനന്ദൻ തികഞ്ഞ മുസ്ലിം വിരോധിയായി അവരോധിക്കപ്പെടാനുണ്ട് കാരണമായിട്ടുള്ള ഒരു വീഡിയോയെക്കുറിച്ച് ആ ചോദ്യം ചോദിച്ച് ആർക്കാണോ ചോദ്യത്തിന് ഉത്തരം കിട്ടിയത് അതേ മീഡിയ പ്രവർത്തകൻ ഇന്ന് ആ സത്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഒരു ദിവസം വരെ V.S. അച്യുതാനന്ദനെ മുസ്ലിം വിരുദ്ധനായി കണ്ടിരുന്ന ആളുകൾക്ക് അങ്ങനെ പറയാൻ പ്രചോദനമായ ഒരു വീഡിയോ വ്യാജമായി കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് നിർമ്മിച്ചെടുത്തതാണ് എന്നുള്ളതാണ് ഇന്ന് MCA നാസർ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ് മീറ്റിൽ പങ്കെടുക്കുകയും ആ പ്രസ് മീറ്റിൽ ഈ ഉത്തരത്തിന് ആധാരമായിട്ടുള്ള ചോദ്യം ചോദിച്ച വ്യക്തിയാണ് അദ്ദേഹം എന്നാണ് പറഞ്ഞത്. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മൾ ഈ കാലഘട്ടത്തിൽ, ഇപ്പോൾ ഇതിനു മുമ്പ് അബ്ദുൽ നാസർ മഅദനി ഉസ്താദിൻ്റെ ഒരു പ്രസംഗം, മുസ്ലിങ്ങൾ നേർച്ചകൾ നടത്തുമ്പോൾ അതിൽ കള്ള് കുടിച്ച് നടു റോട്ടിൽ നിന്നുകൊണ്ട് ഡാൻസ് ചെയ്തുകൊണ്ടും ആനപ്പുറത്തും ചെണ്ടമേളവും ഒക്കെ ഇട്ട് ആഘോഷിച്ച് പോകുന്നത് ഇസ്ലാമികമല്ല, ഇതാരുടെ മണ്ണാണ്, ഇത്
ഉമർ ഖാദിയുടെ മണ്ണാണ്, മമ്പുറം തങ്ങളുടെ മണ്ണാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയൊരു പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണം ഈ ക്ഷേത്ര ഉത്സവങ്ങൾക്കെതിരെ, പൂരങ്ങൾക്കും താലപ്പൊലികൾക്കുമെതിരെ അബ്ദുൽ നാസർ മഅദനി ഇത് ഉമർ ഖാദിയുടെ മണ്ണാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു മുസ്ലിം പശ്ചാത്തലത്തിലിരുന്നുകൊണ്ട് പ്രസംഗിക്കുന്നു. ഇത് തികഞ്ഞ വർഗീയതയാണ് എന്ന് കുറേ കാലങ്ങളായിട്ട് സംഘപരിവാർ എലിമെൻസും അത് ഏറ്റെടുത്തുകൊണ്ട് ഇതുപോലെ തന്നെ UDF പക്ഷം ഒക്കെ പ്രചരിപ്പിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ വലിയ തെറ്റിദ്ധാരണ ഇതുപോലെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന വീഡിയോകൾ ഈ രാജ്യത്ത് ചെലുത്തുന്നുണ്ട്. അത് പലപ്പോഴും സംഘപരിവാറിന് വലിയ ആയുധമാകുന്നുണ്ട്. അത് രാഷ്ട്രീയപരമായി മുതലെടുപ്പിന് വേണ്ടി ജനാധിപത്യ വിശ്വാസികൾ പോലും, ജനാധിപത്യ മതേതര ചേരി പോലും ഇത്തരം കൃത്രിമമായ വീഡിയോകളും വാദഗതികളും ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഫാസിസത്തിൻ്റെ പിടിയിലമർന്ന ഈ രാജ്യത്തുനിന്ന് എങ്ങനെയെങ്കിലും കുതറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ചുരുക്കം മതനിരപേക്ഷവാദികളുടെ ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടം വലിയ പോരാട്ടത്തിൻ്റെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും മതേതരത്വ ജനാധിപത്യ വിശ്വാസികളെയും അത്തരം ചേരിയിൽ നിൽക്കുന്ന സമുന്നതരായ ആളുകളെയും സംഘപരിവാർ ഏജൻറ്റുകളായി തരം താഴ്ത്തി ചവിട്ടി താഴ്ത്താനും അവർക്കെതിരെ ഇത്തരത്തിൽ വ്യാജമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു വരുമ്പോൾ അതിനെ മുതലെടുക്കാനൊക്കെ മതേതര ചേരിയിൽ നിന്ന് തന്നെ ആളുകൾ തയ്യാറാവുന്നു. വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങൾ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ബോധ്യപ്പെട്ടാലും അവരതിൽ മാറ്റങ്ങൾ വരുത്തുന്നില്ല എന്നുള്ളതൊക്കെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. യാതൊരു സംശയമില്ല. ഇത്തരം വീഡിയോകളൊക്കെ വെച്ചാണ് ഈ രാജ്യത്ത് ജീവിക്കുന്ന പ്രബലരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ നമ്മളൊക്കെ വിലയിരുത്തുന്നത് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും തെറ്റായ പാതയിലാണ് എന്ന് പറയാതെ വയ്യ. നമുക്കറിയാം, മലപ്പുറം ജില്ലയിലെ വലിയ രീതിയിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉന്നതി നേടിയ സമയത്ത് VS അച്യുതാനന്ദൻ മലപ്പുറം ജില്ലക്കാരൊക്കെ കോപ്പി അടിച്ച് ജയിച്ചതാണ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. നാലകത്ത് സൂപ്പി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ കാലത്ത് തികഞ്ഞ കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും നടക്കുകയും വലിയ വലിയ കോളേജുകളാവട്ടെ മറ്റ് സംവിധാനങ്ങൾക്കും ചോദ്യപേപ്പർ അടക്കം ചോർത്തി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും അതിനെക്കുറിച്ച് വലിയ കോലാഹലങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുകയും CBI അന്വേഷിക്കുകയും അദ്ദേഹത്തിന് അവസാനം രാജിവെക്കേണ്ടി വരികയും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഉന്നതരായിട്ടുള്ള പല ഉദ്യോഗസ്ഥരെയും ഇതിന് കൂട്ടുനിന്ന ആളുകളെയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിലാണ് VS അച്യുതാനന്ദൻ എവിടെ ഉന്നത വിജയം നേടിയാലും അതൊക്കെ ഈ രീതിയിൽ ചോദ്യപേപ്പർ ചോർത്തി കൊടുത്തുകൊണ്ട് ചെയ്തതാണ് എന്നുള്ള രീതിയിൽ വരുന്നൊരു പരാമർശം നടത്തിയത്. എന്നാൽ 2005 എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ തൊട്ടടുത്ത വർഷങ്ങളിലൊക്കെ ഈ വിജയം ആവർത്തിച്ച സമയത്തും മറ്റ് അതിനുശേഷം ഏകദേശം 4-5 വർഷങ്ങൾക്ക് ശേഷം അതിശക്തമായിട്ടുള്ള വിജയശതമാനം മലപ്പുറം ജില്ല നേടിയപ്പോഴൊക്കെ അതിനെ മുക്തകണ്ഠം പ്രശംസിക്കാൻ VS അച്യുതാനന്ദൻ യാതൊരു മടിയും കാണിച്ചിട്ടില്ല. ഇത്തരം ചില കാര്യകാരണങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹത്തെ സംഘിയായിട്ടും അദ്ദേഹത്തെ ഒരു ഫാസിസ്റ്റ് ചേരിയിലുള്ള ആളായിട്ടുമൊക്കെ പല ആളുകളും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ ഖേദകരമാണ്. വസ്തുതകൾ മനസ്സിലാക്കുകയും ഒരു ഏതെങ്കിലും ഒരാളുകൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നതിന് മുമ്പ് അത് നമ്മളെ ബുദ്ധിയിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുന്നതിന് മുമ്പ് വ്യക്തമായ ഒരു നിരീക്ഷണം അതിൽ നടത്തുകയും ഒരു പഠനം നടത്തുകയും അത് ശരിയാണോ തെറ്റാണോ എന്ന് പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാവുകയും ചെയ്യാത്തിടത്തോളം കാലം ഫാസിസത്തിന് കുടപിടിക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും. ഈ വ്യാജ വാർത്തകളും വ്യാജ വീഡിയോകളുമൊക്കെ പ്രചരിപ്പിച്ച് അത് സന്ദർഭങ്ങളിൽ നടത്തിയെടുത്ത വീഡിയോകൾ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുന്നതൊക്കെ വലിയ രീതിയിൽ സമൂഹത്തിനിടയിൽ ഛിദ്രതയുണ്ടാക്കാനേ ഉപകരിക്കൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് തന്നെയാണ് ഫാസിസ്റ്റുകൾ ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും. ഇത്തരത്തിൽ വ്യാജ വീഡിയോകളും മറ്റൊക്കെ വെച്ചുകൊണ്ട് ജനാധിപത്യ മതേതരത്വത്തിൻ്റെ വക്താക്കളായി നിൽക്കുന്ന മതനിരപേക്ഷ ശക്തികളെ മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ള ആളുകളെ സംഘികളായിട്ട് മുദ്ര കുത്തുന്നതിന് മുമ്പ് വ്യക്തമായിട്ടുള്ള പഠനങ്ങൾ നടത്തണം എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഒന്നുകൂടി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ജയ് ഹിന്ദ്.